കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് നോക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പോർഷനാണ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റുകൾ, ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണെന്ന് കൃത്യമായിട്ട് ചോദിക്കും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്താണ് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ടേമുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി ബികോം വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ കൂടെ ലിങ്ക് ഒന്ന് ഇട്ടേക്കാം, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ടേമുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ടൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് എന്താണെന്നുള്ള ഈ കോൺസെപ്റ്റ് നോൺ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നോൺ കൊമേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ആദ്യം ആ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്നുള്ളതെന്ന് അറിയണം. അതിനുവേണ്ടി നിങ്ങൾ ആ ഒരു ക്ലാസ് കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കോൺസെപ്റ്റ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അക്കൗണ്ടിങ് അസംഷൻസ് ആണ് കോൺസെപ്റ്റിൽ നമ്മൾ ഗ്യാപ്പ് കേട്ടിട്ടുണ്ടല്ലേ നിങ്ങൾ. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഗ്യാപ്പിൻ്റെ ഉണ്ടല്ലോ നമ്മൾ അക്കൗണ്ടിങ് അസംഷൻസ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്, ദെൻ മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ദെൻ വരുന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതിൽ അക്കൗണ്ടിങ് അസംഷൻസിൽ നമ്മൾ 4ആയിട്ടാണ് അക്കൗണ്ടിങ് അസംഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരീഡ്. ഇങ്ങനെ 4 അസംഷൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. എന്താണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നോ അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നോ ഒക്കെ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ഈ കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണ്. ഓക്കെ, ഒരു ബിസിനസ്സും അതിൻ്റെ ഓണറും രണ്ടും രണ്ടാണ് എന്ന് പറയുന്ന പ്രിൻസിപ്പളിനെ അല്ലെ അസംഷൻസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്. According to this assumption, business is treated as separate entity that is distinct from its owners. ഓണേഴ്സിൽ നിന്നും എന്താണ് സെപ്പറേറ്റഡ് ആണ് ബിസിനസ്. ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇല്ലേ. നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിലെ ചേട്ടനല്ലേ ആ കടയുടെ ഓണർ, ആ കടയിലെ ഓണർ ആ ചേട്ടനും ആ ചേട്ടൻ്റെ അല്ലേ ആ കട, അവർ തമ്മിൽ ബന്ധമില്ലേ. പക്ഷേ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത് അവർ തമ്മിൽ ബന്ധമുണ്ട്, പക്ഷേ അവരെന്താണ് രണ്ടും രണ്ടാണ്. ബിസിനസ്സും ഓണേഴ്സും രണ്ടും രണ്ടാണ്. അതിന് എക്സാമ്പിൾ പറയാം. അതുകൊണ്ടല്ലേ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ നമ്മൾ ക്യാപിറ്റൽ എഴുതത്തില്ലേ. ക്യാപിറ്റൽ എങ്ങനെയാണ് ലൈബിലിറ്റി ആവുന്ന ബിസിനസ്സിൻ്റെ, അതായത് ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാഷിനെയാണല്ലോ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ ക്യാഷ് കൊണ്ടുവന്നാൽ നമ്മൾ എന്തിനാണ് അത് ലൈബിലിറ്റി സൈഡിൽ എഴുതുന്നത്? കാരണം ബിസിനസ്സിൻ്റെ ബാധ്യതയാണ്. ബിസിനസ് എന്നായാലും ആ പൈസ ആ ഓണർക്ക് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഡ്രോയിങ്സിനെ നമ്മൾ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഓണർ ഒരു ഇത്ര എമൗണ്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു, എന്നിട്ട് ഓണേഴ്സിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ബിസിനസ്സിൽ നിന്ന് ആ എമൗണ്ട് എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നു. വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അത്രയും നമ്മളുടെ ലൈബിലിറ്റി എന്തെയാണ്, കുറയാണ്. പക്ഷേ നമ്മൾ ഡ്രോയിങ്സ് അസറ്റ് സൈഡിൽ കാണിക്കത്തില്ല, പകരം എന്ത് ചെയ്യും, നമ്മുടെ ലൈബിലിറ്റി സൈഡിൽ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കും. പക്ഷെ അത് നമ്മളുടെ എന്താണ്, അസറ്റാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ലൈബിലിറ്റി. പ്രോഫിറ്റിനെ നമ്മൾ ലൈബിലിറ്റി സൈഡിലല്ലേ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്, നമ്മളത് ബിസിനസ് ഓണേഴ്സിന് എന്ത് ചെയ്യണം, കൊടുക്കണം. അതുപോലെ തന്നെ ലോസ് ഈസ് ട്രീറ്റഡ് ആസ് അസറ്റ്. ലോസിനെ നമ്മൾ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം എന്താ, ബിസിനസ്സിന് ഒരു ലോസ് സംഭവിച്ചാൽ അത്രയും രൂപ ഓണേഴ്സ് ബിസിനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇതുകൊണ്ടാണ് പറയുന്നത് ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണ്. ഇനി മറന്നു പോവോ, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്, ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. രണ്ടാമത്തതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. എന്താണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത് മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ്, അതായത് പണപരമായ കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനല്ലേ, നമ്മളൊരു പെൻ വാങ്ങി, പെൻസിൽ വാങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേഷനറി വാങ്ങി, ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ്
റെക്കോർഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ്, അതായത് എംപ്ലോയീസ് ആണ് ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് അസറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എവിടെയെങ്കിലും എംപ്ലോയീസിനെ പറ്റി എഴുതുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു മോണിറ്ററി ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യത്തില്ല. അപ്പം മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് എന്താ പറയുന്നത്? ഒൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്തായിരുന്നു? ബിസിനസ്സും ഓണറും രണ്ടാന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നും, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്? ഒൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ഇനി മൂന്നാമത്തെ കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇൻഡെഫിനിറ്റ് ലൈഫിലേക്കായിരിക്കും. നമ്മൾ ആരെങ്കിലും പെട്ടെന്ന് ബിസിനസ് നിന്നു എന്ന് പറഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമോ? ഇന്നാ ഒരു ബിസിനസ് തുടങ്ങിയേക്കാം, നാളെ അങ്ങ് നിർത്താം എന്നും പറഞ്ഞ് ആരും എന്ത് ചെയ്യത്തില്ല? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യത്തില്ല. നമ്മുടെ അടുത്തുള്ള ഒരു മുറുക്കാങ്കട തുടങ്ങുന്ന പോലും ഇന്ന് നാളെ നിർത്തൂ എന്ന് പറഞ്ഞിട്ടാണ്. ചില ബിസിനസ്സുകളുണ്ട്. ഇപ്പം പെട്ടെന്ന് ഉത്സവം വരുമ്പോൾ മാത്രം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, സർബത്ത് കൊടുക്കുന്ന നട, അല്ലെങ്കിൽ ബലൂൺ കച്ചവടക്കാർ, ഇങ്ങനെയൊക്കെ പെട്ടെന്നുള്ളത് അങ്ങനെ ഉണ്ട്. അങ്ങനല്ല, അതല്ല ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് തുടങ്ങുന്ന ആളുടെ ലക്ഷ്യം ഒരിക്കലും അതെന്തല്ല, നിർത്തുക എന്നുള്ളതല്ല, പെട്ടെന്ന് നിർത്തുക എന്നുള്ളതല്ല. അത് തന്നെയാണ് ഈ അക്കൗണ്ടിങ് അസംഷനിൽ പറയുന്നത്. നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ അതെന്താണ്? ഇൻഡെഫിനിറ്റ് ലൈഫിലേക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? പെട്ടെന്ന് നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യത്തില്ല? നിർത്തത്തില്ല, അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യത്തില്ല. ഓക്കെ, അതുകൊണ്ട് കുറച്ച് എഫക്റ്റുകളുണ്ട്. അതുകൊണ്ടാണ് അസറ്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും. ഇത് നിങ്ങൾ മറന്നുപോലും. ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരുപാട് PSC എക്സാമും നെറ്റും ഇങ്ങനത്തുള്ള എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അതായത് അസറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏത് കോൺസെപ്റ്റ് അനുസരിച്ചാണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ചാണ് അസറ്റിനെ. ലൈബിലിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തു, കറണ്ട് ലൈബിലിറ്റീസ്, ഫിക്സഡ് ലൈബിലിറ്റീസ് എന്ന് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ റവന്യൂവിനെ ക്ലാസിഫൈ ചെയ്തു. ക്യാപിറ്റലുണ്ട്, റവന്യൂ ഉണ്ട്, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്ലാസിഫൈ ചെയ്തത്. റെസിപ്റ്റുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നും റവന്യൂ റെസിപ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പ്രീപെയ്ഡ് എക്സ്പെൻസസും ഔട്ട്സ്റ്റാൻഡിങ് ഇൻകവും നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കുന്നതും ഏത് കോൺസെപ്റ്റ് അനുസരിച്ചാണ്? നമ്മളുടെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ചാണ്. അതായത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത് ഒരു ബിസിനസ്സും തുടങ്ങുന്നത് പെട്ടെന്ന് നിർത്താൻ വേണ്ടിയല്ല, നമ്മൾ എന്താണ്? ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ലാസ്റ്റ് അക്കൗണ്ടിങ് അസംഷൻ ആണ് അക്കൗണ്ടിങ് പീരീഡ്. അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് അക്കൗണ്ടിങ് പീരീഡ്. നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? 1 April 2022 to 31 March 2023. ഒരു ഡെഫിനിറ്റ് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പീരീഡ് ഓഫ് ടൈം കാണും. അല്ലെങ്കിൽ നമ്മളെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 January തുടങ്ങിയിട്ട് 31 December അവസാനിക്കും. അങ്ങനെ ഓരോ സ്പ്ലിറ്റ് ആയിട്ടുള്ള പീരീഡിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ഡെഫിനിറ്റ് ഇൻ്റർവെല്ലിലേക്കായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട്, ഇനി 6 monthsലേക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട്, ക്വാർട്ടറായിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അക്കൗണ്ടിങ് റെക്കോർഡ്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഏത്? അക്കൗണ്ടിങ് പീരീഡ്. ആൻഡ് എക്സാമ്പിളാണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഒരു വർഷത്തേക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റും അങ്ങനെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം മൊത്തത്തിലൊന്ന് നോക്കി, നമ്മൾ 4 അസംഷൻസ് ആണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു 4 അസംഷൻസ്? ഫസ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. എന്താ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? ബിസിനസ്സും ഓണറും രണ്ടാണ്. ആ കോൺസെപ്റ്റിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അടുത്തത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത് ബിസിനസ് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും ബിസിനസ് എന്ത് ചെയ്യത്തില്ല? പെട്ടെന്ന് നിർത്തത്തില്ല. 4ാമത്തെ കോൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചത് അക്കൗണ്ടിങ് പീരീഡാണ്. അതായത് നമ്മൾ അക്കൗണ്ടിങ്ങുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആണോ?
നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഓർ പ്രിൻസിപ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് അസംഷൻസ് 4 പഠിച്ചു. അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ ആൻഡ് അക്കൗണ്ടിങ് പീരീഡ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഓർ പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് ബിസിനസ്സിന് 2 രീതിയിലുള്ള ആസ്പെക്റ്റുകളാണുള്ളത്. ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ക്രെഡിറ്റ് ആസ്പെക്ട്സും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡുവൽ ആസ്പെക്ട്സുകൾ ഉണ്ടെന്ന് പറയാം. ബിസിനസ്സിന് നമ്മൾ അസറ്റ് സൈഡിലും എഴുതും, ലൈബിലിറ്റി സൈഡിലും എഴുതും. ഓക്കെ, അസറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്യാഷ്, ബാങ്ക്, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റുകൾ എഴുതും. ലൈബിലിറ്റി സൈഡിൽ നമ്മുടെ ക്യാപിറ്റൽ, ക്രെഡിറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളും എഴുതാം. അപ്പോൾ ഇവിടെ ഡുവൽ ആസ്പെക്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ അക്കൗണ്ടിങ്ങിന് എന്തുണ്ട്, 2 ആസ്പെക്ട്സ് ഉണ്ട്. എവരി ബിസിനസ് ട്രാൻസാക്ഷൻ 2 ആസ്പെക്ട്സ് ഉണ്ട്. ഗീവിങ് ആസ്പെക്ട്സും റിസീവിങ് ആസ്പെക്ട്സും ഉണ്ട്. ഇതിനെ നമ്മൾ അക്കൗണ്ടിങ് ഈക്വലൻസി കോൺസെപ്റ്റ് എന്നൂടെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് ഈക്വലൻസി കോൺസെപ്റ്റിൻ്റെ മറ്റൊരു പേരാണ് ഡുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഇത്രയേ പറയുന്നുള്ളൂ, എല്ലാ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒരു ഗീവിങ് ആസ്പെക്റ്റും മറ്റൊന്ന് റിസീവിങ് ആസ്പെക്റ്റും. ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി നമ്മൾ എഴുതത്തില്ലായിരുന്നു. നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുന്നത് അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി എന്നായിരുന്നു. രണ്ടാമത്തെ പ്രിൻസിപ്പിൾസ് ആണ് വേരിയബിലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. എന്താണ് വേരിയബിലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വേരിഫൈബിൾ ചെയ്യണം. അതുപോലെ തന്നെ ഡിപ്പെൻഡബിളും റിലയബിളും ആയിരിക്കണം. നമ്മൾ എന്ത് കാര്യങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്താലും അതിന് ബിൽസോ വൗച്ചേഴ്സോ ഉണ്ടായിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി, ഒരു 20 രൂപയുടെ സാധനം വാങ്ങിയാൽ പോലും അതിന് റെസീപ്റ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ 2 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിയാലും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അതിൻ്റെ സപ്പോർട്ടായിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്, ഡുവൽ ആസ്പെക്ട്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വേരിയബിലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. നെക്സ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങുന്ന ടൈമിൽ നമുക്കതിൻ്റെ അക്വിസിഷൻ കോസ്റ്റ് ഉണ്ട്. എന്താണ് അക്വിസിഷൻ കോസ്റ്റ് എന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു മെഷീനറി വാങ്ങി. അപ്പം ഞാനൊരു മെഷീനറി വാങ്ങിയപ്പോൾ എനിക്ക് മെഷീനറി വാങ്ങാൻ 50,000 രൂപ ചിലവായി. അങ്ങനെയാണെങ്കിൽ എൻ്റെ അക്വിസിഷൻ കോസ്റ്റ് എത്രയാണ്, 50,000 രൂപയായി. ആ 50,000-നോടൊപ്പം ഞാനത് എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വണ്ടിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു മെഷീനറി വാങ്ങി. ആ മെഷീനറി ആൾക്കാരെ കൊണ്ട് എടുത്ത് വെച്ച് അത് വണ്ടിയിൽ കയറ്റി എൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എനിക്കൊരു 5,000 രൂപയും കൂടി ചിലവായി. അപ്പോൾ ഞാൻ എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എത്ര രൂപ എഴുതണം, അതിൻ്റെ യഥാർത്ഥ വില 50,000 പ്ലസ് എനിക്ക് ചിലവായ 5,000 രൂപയും കൂടെ ചേർത്തിട്ട് 55,000 രൂപ എന്ത് ചെയ്യണം, ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതണം. ക്ലിയർ ആണോ? അതായത് നമ്മളൊരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പം അതിൻ്റെ അക്വിസിഷൻ കോസ്റ്റ് എത്ര ആണോ, അത് വാങ്ങാൻ എത്ര രൂപ ചിലവായോ ആ ഫുൾ വാല്യൂ എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് റവന്യൂ റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിൾ. ഇതും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. റവന്യൂ റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു ബിസിനസ് നടത്തുകയാണ്. അപ്പോൾ എൻ്റെ ബിസിനസ്സിൽ നിന്ന് 5,000 രൂപയുടെ സാധനം ഒരു എക്സ് എന്ന് പറയുന്ന ആൾ വന്ന് വാങ്ങി. അപ്പോൾ 5,000 രൂപയുടെ സാധനം വന്ന് വാങ്ങിയപ്പോൾ അയാൾ എനിക്ക് പൈസ തന്നോ ഇല്ലയോ, അതായത് ഞാൻ എന്ത് ചെയ്തു, അങ്ങേർക്ക് ആ വ്യക്തിക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ 5,000 രൂപയുടെ സാധനം വിൽക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ വിറ്റു. ആ വിൽക്കുമ്പോൾ തന്നെ അത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, സെയിൽസ് ആയിട്ടും അത് നമുക്ക് റവന്യൂ കിട്ടിയതായിട്ടും എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് റവന്യൂ റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയറിൻ്റെ കൈകളിൽ എത്തുമ്പോൾ തന്നെ അവിടെ എന്തുണ്ടാവുന്നു, റവന്യൂ ഉണ്ടാവുന്നു. നമുക്ക് പൈസ കിട്ടിയോ ഇല്ലയോ എന്നല്ല, ഞാൻ എൻ്റെ ഗുഡ്സ് എന്ത് ചെയ്യുന്നു, വേറൊരാൾക്ക് വിറ്റു. വിൽക്കുമ്പോൾ തന്നെ അപ്പോൾ വേണമെങ്കിൽ പൈസ കിട്ടാം, അല്ലെങ്കിൽ എന്താണ് ക്രെഡിറ്റ് ആയിട്ടായിരിക്കും അയാൾ വാങ്ങുന്നത്. എങ്കിൽ പോലും അവിടെ സെയിൽസ് നടന്നില്ലേ, അത് നമ്മൾ എന്തായിട്ട് കണക്കാക്കണം, റവന്യൂ ആയിട്ട് കണക്കാക്കണമെന്നാണ് ഏതിൽ പറയുന്നത്, റവന്യൂ റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ മാച്ച് ആയിരിക്കണം. എന്തൊക്കെ തമ്മിൽ മാച്ച് ആയിരിക്കണം, ഓരോ ഓർഗനൈസേഷൻ്റെ എക്സ്പെൻസസും ആ വർഷത്തെ ഇൻകവും തമ്മിൽ എന്ത് ചെയ്യണം, മാച്ച് ചെയ്തിരിക്കണം. ഇപ്പം ഞാൻ 5,000 രൂപ എൻ്റെ എന്തെങ്കിലും എക്സ്പെൻസസിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതേ 5,000 രൂപ എനിക്ക് എന്തായിട്ടും കിട്ടണം, ഇൻകം ആയിട്ടും കിട്ടണം. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒക്കെ കൺസേൺഡ് എക്സ്പെൻസിനോടൊപ്പം ആഡ് ചെയ്യുകയും പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ കൺസേൺഡ് എക്സ്പെൻസിൽ നിന്ന് ലെസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഏതിൻ്റെ
എന്തിൻ്റെ ബേസിസിലാണ്? മാച്ചിങ് പ്രിൻസിപ്പളിൻ്റെ ബേസിസിലാണ്. കാരണം ആ വർഷം ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ ആ വർഷവും അതുപോലെ തന്നെ ആ വർഷം ഉണ്ടാകുന്ന റവന്യൂസും ആ വർഷം തന്നെ എന്ത് ചെയ്യണം? കാണിക്കണം. അപ്പോൾ എന്നാണോ എക്സ്പെൻസസ്, ആ വർഷത്തെ എക്സ്പെൻസസ് ആ വർഷത്തെ ഇൻകത്തിന് എന്തായിരിക്കണം? മാച്ച് ആയിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ എന്ന് പറയും. കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ എന്താണ്? കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ, കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഹോണസ്റ്റ്ലി ആയിട്ട് അല്ലെങ്കിൽ റെലവൻറ്റ് മെറ്റീരിയൽ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല? മറച്ചു വെക്കാനായിട്ട് പാടില്ല. എല്ലാ കാര്യങ്ങളും പബ്ലിക്കലി എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പബ്ലിഷ് ചെയ്യണമെന്നാണ് ഏത് പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്? കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം നമ്മൾ പ്രധാനപ്പെട്ട 6 പ്രിൻസിപ്പിൾസ് ആണ് ഇതിനകത്ത് പറഞ്ഞത്. ഡുവൽ ആസ്പെക്ട്സ് പറഞ്ഞു. എല്ലാ ബിസിനസ്സിനും 2 ആസ്പെക്ട്സുകളുണ്ട്, ഗിവിങ് ആസ്പെക്ട്സ് ആൻഡ് റിസീവിങ് ആസ്പെക്ട്സ്. രണ്ടാമത് വേരിഫിക്കേഷൻ ആൻഡ് ഒബ്ജക്റ്റീവ് ആണ് പറഞ്ഞത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്ത് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്താലും അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള എവിഡൻസുകൾ ഉണ്ടായിരിക്കണം. മൂന്നാമത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് പറഞ്ഞത്. ഒരു വസ്തു വാങ്ങുമ്പം അതിന് എത്ര രൂപ ചിലവായോ അത് അതിൻ്റെ കോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അടുത്തത് പറഞ്ഞത് റവന്യൂ റെക്കഗ്നൈസേഷൻ ആണ്. ഒരാൾ ഒരു സാധനം പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മൾ അതെന്തായിട്ട് കൺസിഡർ ചെയ്യണം? സെയിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ലാസ്റ്റ് പറഞ്ഞത് കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ ആണ് പറഞ്ഞത്. കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറച്ചു വെക്കാനായിട്ട് പാടില്ല.